സ്ഥലം പരിമിതമാണെങ്കിലും ചാമ്പക്ക ഇഷ്ടം പോലെ വിളയിക്കാൻ ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് പ്ലാസ്റ്റിക് ഡ്രമ്മുകളിലോ അല്ലെങ്കിൽ വലിയ ചട്ടികളിലോ ഉള്ള കൃഷി. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡ്രമ്മിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ നിറയെ കായ്ക്കുന്ന തായ്ലൻഡ് ബെൽചാമ്പയെയാണ്. കടും നിറത്തിലുള്ള കായ്കളാണ് ഇതിന്റെ പ്രത്യേകത. നല്ല മധുരവും ഒപ്പം നല്ല കടുപ്പവും ഉള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും, കുട്ടികൾക്കെന്നല്ല വലിയവർക്കും നല്ല പ്രിയമാണ് ഈ ചാമ്പക്കയെ. ചെറിയ തൈകൾ പോലും ഡ്രമ്മിൽ നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കായ്ച്ചു തുടങ്ങും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പുഴുക്കേടില്ലാത്ത ചാമ്പക്ക കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ചാമ്പക്ക കൃഷി ചെയ്യുന്ന കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചാമ്പക്കയിൽ ഉണ്ടാകുന്ന പുഴുശല്യമാണ്. അതുകൊണ്ടാണ് ഈ ഫലവൃക്ഷത്തെ കർഷകർ നട്ടു വളർത്താൻ മടിച്ചു നിൽക്കുന്നത്. ചാമ്പക്ക കൃഷിയിൽ കായീച്ചകളുടെ ശല്യം ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഫെറമോൺ കെണികൾ. വിഷം മരങ്ങളിൽ തളിക്കാതെ തന്നെ കീടങ്ങളെ നശിപ്പിക്കാം എന്നതുകൊണ്ട് തന്നെ ജൈവ കൃഷി രീതിയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഫെറമോൺ കെണിയുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കായീച്ചകളിലെ പെൺവർഗത്തിന്റെ ഗന്ധം കൃത്രിമമായി നിർമ്മിച്ച് ഈ മരുന്നിൽ ലൂർ, അതായത് ഒരു മാധ്യമം എന്തെങ്കിലും ഈ മരുന്ന് പുരട്ടി വെക്കുന്ന ഈ സമയത്ത് ഈ പെണ്ണീച്ചകളുടെ ഗന്ധം ആകൃഷ്ടരായി എത്തുന്ന ആണീച്ചകൾ കെണിയിൽ അകപ്പെട്ട് നശിച്ചു പോകുന്നു. ആണീച്ചകൾ ഇല്ലാതാകുന്നതോടെ വംശവർദ്ധന തടയുകയും നമുക്ക് കായ്കൾ പുഴുക്കേടില്ലാതെ ലഭിക്കുകയും ചെയ്യുന്നു. ചാമ്പക്ക മരം പൂത്തു തുടങ്ങുമ്പോൾ തന്നെ ഫെറമോൺ കെണികൾ വെച്ചാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. ഫെറമോൺ കെണികൾ 2 തരത്തിൽ ഉള്ളവയുണ്ട്. അതായത് പച്ചക്കറിയിൽ ഉപയോഗിക്കുന്നതും പഴവർഗ്ഗ ചെടികളിൽ ഉപയോഗിക്കുന്നതുമായത്. അത് വാങ്ങുമ്പോൾ പഴച്ചെടിയിൽ വെക്കുന്നത് തന്നെ വാങ്ങി വെക്കാൻ മറന്നു പോകരുത്. അത് വാങ്ങുമ്പോൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങണം, ഇത് പഴച്ചെടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണെന്ന്. ഫെറമോൺ കെണി വെച്ചതിന് ശേഷം 2 ദിവസം കൊണ്ട് കെണിയിൽ കുടുങ്ങിയ കായീച്ചകളാണ് ഈ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ കൂടുതൽ കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.